അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അബു അരീക്കോടിന്റെ വിയോഗം പോലുള്ള നമ്മെ ആഴത്തിൽ വേദനിപ്പിച്ച ചില വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചെറുപ്പക്കാർ പോലും ജീവിതത്തിൽ നിരാശരാകുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ സഹോദരന്റെ മരണം ആത്മഹത്യയാണെന്നാണ് സോഷ്യൽ മീഡിയകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥ കാരണം ഇനി പോലീസ് അടക്കമുള്ള അന്വേഷണ വിഭാഗങ്ങളിൽ നിന്നേ നമുക്കറിയാൻ സാധിക്കൂ. നമ്മുടെ സമൂഹത്തിൽ സജീവമായി ഇടപെട്ടിരുന്ന ഒരുപാട് സുഹൃത്തുക്കളുള്ള, എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മാത്രം നാം കണ്ടിരുന്ന ചില ചെറുപ്പക്കാർ പെട്ടെന്നൊരു ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞു എന്ന വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകാറുണ്ട്. പുറമേക്ക് യാതൊരു പ്രശ്നവുമില്ലെന്ന് നാം കരുതുന്നവർ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ എത്രമാത്രം വേദനയും ഭാരവും സഹിക്കുന്നുണ്ടാവാം എന്ന് അത്തരം സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതത്തിൻ്റെ എല്ലാ തിരക്കുകൾക്കിടയിലും എന്തിനാണ് ചിലർ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. ചിലർക്കത് നിസ്സാരമെന്ന് തോന്നിയേക്കാവുന്ന കാര്യങ്ങളായിരിക്കാം. ഒരു പരീക്ഷയിലെ തോൽവി, ഒരു പ്രണയനൈരാശ്യം, ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഒരു മോശം കമന്റ്. പക്ഷേ അനുഭവിക്കുന്ന ആ വ്യക്തിക്ക് അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ഇത്ര ദുർബലമാകുന്നത്? എന്തുകൊണ്ടാണ് താങ്ങും തണലുമാകാൻ നമുക്ക് കഴിയാതെ പോകുന്നത്? ഈ വിഷയത്തെ നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ആത്മഹത്യ ഒരു നിമിഷത്തെ തീരുമാനം എന്നതിലുപരി ദീർഘനാളത്തെ മാനസിക സംഘർഷത്തിൻ്റെ അവസാന ഘട്ടമാണ്. വിഷാദരോഗം, ഉത്കണ്ഠ, കടുത്ത മാനസിക സമ്മർദ്ദം എന്നിവയാണ് പലപ്പോഴും ഇതിലേക്ക് നയിക്കുന്നത്. ഒരാൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് മരിക്കാൻ ആഗ്രഹമുണ്ടായിട്ടല്ല, മറിച്ച് അവരനുഭവിക്കുന്ന അതികഠിനമായ മാനസിക വേദന അവസാനിപ്പിക്കാൻ മറ്റൊരു വഴിയും മുന്നിൽ കാണാത്തതുകൊണ്ടാണ്. ആ സമയത്ത് അവരുടെ ചിന്തകൾ പൂർണ്ണമായും ആ വേദനയിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കും. ചുറ്റുമുള്ള സ്നേഹിക്കുന്നവരെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞെന്നു വരില്ല. ഇത് അവരുടെ കഴിവുകേടല്ല, മറിച്ച് ആ മാനസികാവസ്ഥയുടെ ഭീകരതയാണ്. ഇനി ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കാം. ഇസ്ലാം ജീവിതത്തിന് വിലകൽപ്പിക്കുന്ന മതമാണ്. ജീവിതമെന്നത് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അമാനത്ത് അഥവാ സൂക്ഷിപ്പ് സ്വത്താണ്. അതില്ലാതാക്കാൻ നമുക്ക് യാതൊരു അവകാശവുമില്ലെന്ന് ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നു. തീർച്ചയായും അല്ലാഹു നിങ്ങളോടെപ്പോഴും കാരുണ്യമുള്ളവനാകുന്നു. പക്ഷേ ഇതോടൊപ്പം തന്നെ ഇസ്ലാം മനുഷ്യന്റെ ദുർബലതകളെയും മനസ്സിലാക്കുന്നുണ്ട്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, മനുഷ്യൻ ദുർബലനായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പ്രവാചകൻ യൂനുസ് നബി അലൈഹിസ്സലാം അനുഭവിച്ചതുപോലുള്ള കടുത്ത മാനസിക സംഘർഷം, അല്ലെങ്കിൽ പ്രവാചകൻ യാക്കൂബ് നബി അലൈഹിസ്സലാം മകനെ ഓർത്ത് കരഞ്ഞ് കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥ, ഇതെല്ലാം മനുഷ്യസഹജമായ വികാരങ്ങളാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇവിടെയാണ് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. മാനസികമായി തളരുമ്പോൾ ഒരു ഡോക്ടറെ കാണുന്നതോ ഒരു കൗൺസിലറുടെ സഹായം തേടുന്നതോ ഈമാനിന്റെ കുറവല്ല. അത് അല്ലാഹു നൽകിയ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് പരിഹാരം തേടലാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹു രോഗവും അതിന് മരുന്നും ഇറക്കിയിട്ടുണ്ട്, അതിനാൽ നിങ്ങൾ ചികിത്സിക്കുക. വിശ്വാസം നമുക്ക് നൽകേണ്ടത് പ്രതീക്ഷയാണ്. അല്ലാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാവരുത് എന്ന് ഖുർആൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എത്ര വലിയ പ്രതിസന്ധിയായാലും അതിനപ്പുറം ഒരു എളുപ്പമുണ്ടെന്ന് വിശ്വസിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് പരിഹാരം? ഒന്നാമതായി, നമ്മുടെ മാനസിക ആരോഗ്യത്തെ നാം ഗൗരവമായി കാണുക. ശാരീരികമായ മുറിവുകൾ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവത്തോടെ മനസ്സിൻ്റെ മുറിവുകളെയും ചികിത്സിക്കുക. ആവശ്യമെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ സഹായം തേടാൻ മടിക്കരുത്. രണ്ടാമതായി, നമ്മുടെ ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കുക. നമ്മുടെ സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, സഹപ്രവർത്തകർ, അവരുടെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ അസ്വാഭാവികമായ മാറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരെ കേൾക്കാൻ സമയം കണ്ടെത്തുക. എന്തുപറ്റി എന്നൊരു ചോദ്യം വിമർശിക്കാതെയും കുറ്റപ്പെടുത്താതെയും അവരെ കേൾക്കാനുള്ള ഒരു മനസ്സ്, ഒരുപക്ഷെ അതൊരു ജീവൻ രക്ഷിച്ചേക്കാം. സോഷ്യൽ മീഡിയയുടെ ലോകത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ പെർഫെക്റ്റായി ജീവിക്കാൻ ശ്രമിക്കുന്നതിനു പകരം നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും തുറന്നു പറയാൻ കഴിയുന്ന ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ വളർത്തിയെടുക്കുക. ജീവിതമൊരു പരീക്ഷണമാണ്. അതിൽ സന്തോഷവും സങ്കടവും ഉണ്ടാകും. സങ്കടങ്ങളുടെ ഇരുട്ടിൽ വഴിതെറ്റിപ്പോകുമ്പോൾ പ്രതീക്ഷയുടെ ഒരു ചെറിയ തിരുനാളമെങ്കിലും നമ്മിൽ ബാക്കിയുണ്ടാവണം. അത്
അല്ലാഹുവിലുള്ള പ്രതീക്ഷയാകാം, നല്ലൊരു നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷയാകാം, അല്ലെങ്കിൽ നമ്മെ സ്നേഹിക്കുന്നവരെക്കുറിച്ചുള്ള ഓർമ്മയാകാം. മനസ്സ് തളരുമ്പോൾ ഒറ്റയ്ക്കിരിക്കരുത്. തുറന്ന് സംസാരിക്കുക, സഹായം ചോദിക്കുക. ഓർക്കുക, ഏത് രാത്രിക്ക് ശേഷവും ഒരു പകൽ വരാനുണ്ട്. ജീവിതം അമൂല്യമാണ്. അത് നമുക്ക് ഒരുമിച്ച് കാത്തു സൂക്ഷിക്കാം. അല്ലാഹു നാം എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.